നമ്മൾ ഈ ദുരന്തമുണ്ടാകുന്ന ദിവസം പുലർച്ചെ ഏകദേശം ഒരു 4 മണിയോട് കൂടി എൻ്റെ വാട്സപ്പിലേക്ക് ചില ദൃശ്യങ്ങൾ അയച്ചു തരുന്നത് സുപ്രഭാതത്തിൻ്റെ വയനാട് ബ്യൂറോ ചീഫായിട്ടുള്ള നിസാമാണ്. നിസാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏകീകരിക്കുന്നതിലുമൊക്കെ, അതോടൊപ്പം തന്നെ നിസാമിനൊരു പേഴ്സണൽ ദുഃഖം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു അവ്യക്തതയുണ്ട്. നിസാമും ഒക്കെ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളും അതോടൊപ്പം വാർത്ത ക്രോഡീകരിക്കേണ്ട തിരക്കുകളും ഒക്കെ അങ്ങനെ നിസാം ഇവിടെ നമ്മളെ പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്നതിലും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ ഇവിടുത്തെ ഏകോപനത്തിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നിസാമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നിസാം, ഈ ഒരു ദുരന്തം വയനാട് ഇതാദ്യമല്ല, പുത്തുമലയുടെ കേവലം കിലോമീറ്ററുകൾ മാറിയിട്ടാണ് ഈ ദുരന്തം വീണ്ടും നടക്കുന്നത്. യഥാർത്ഥത്തിൽ വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്തിൻ്റെ ഉദാഹരണമാണ്, എന്തിൻ്റെ അനാസ്ഥ, നമുക്ക് എന്താണ് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക? നിലവിൽ നമ്മൾ പറയുമ്പോൾ ഇവിടെയുള്ള നിർമ്മാണങ്ങൾ വലിയ പ്രശ്നമാണ്. അതായത് നമ്മുടെ ഈ ഒരു നാട് എന്ന് പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശമാണ്. അപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു നിർമ്മാണമല്ല ഇവിടെ നടക്കുന്നത്. അത് നമ്മൾ ഒന്നാമതായി പറയേണ്ട കാര്യം തന്നെയാണ്. അതിന് പുറമെ ഇതൊരു എന്താ പറയുക, കുറേ മരങ്ങൾ, അതേപോലെ ഒരു കുന്നുമുകളിൽ കുറേ മരങ്ങളുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് എപ്പോഴും ഈ കൂടുതൽ വെള്ളം ഈ ഭൂമിയിലേക്ക് പെട്ടെന്ന് വന്നാൽ അത് പെട്ടെന്ന് ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കുറേ പാറകൾക്ക് മുകളിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കിഡായിട്ട് ഉരുൾപൊട്ടലൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന സാധ്യതയുള്ളൊരു പ്രദേശമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ പറഞ്ഞ നിർമ്മാണങ്ങൾ വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സാധനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലായിരിക്കില്ല എനിക്ക് തോന്നുന്നത്. ഈ ഒരു കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തമായിരിക്കും ഞങ്ങളുടെ ഈ മുണ്ടക്കൈ ഈ ചൂരൽമല ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് സംഭവിക്കുന്നതിൻ്റെ മുൻപേ ഒക്കെ ഈ ഇവിടുത്തെ ഒരു പ്രകൃതി ദുരന്തം സംബന്ധിച്ച മുന്നറിയിപ്പുകളോ കാര്യങ്ങളോ ഇതിൻ്റെ ഒരു പ്രശ്നമൊക്കെ നിസാമിനെ പോലുള്ള ആളുകൾ വിലയിരുത്തിയിട്ടുണ്ടോ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സജീവമായ ഇടപെടൽ നടത്തുന്ന ആൾ എന്നുള്ള നിലയിൽ അതൊക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെ റിപ്പോർട്ടർ ഷെഫീഖിൻ്റെ വീട് മുണ്ടക്കയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശമായിട്ട് നമുക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം എപ്പോൾ ഇവിടെ മഴ പെയ്താലും നമ്മൾ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഷെഫീഖ് നമ്മളോട് കാര്യങ്ങൾ പറയും. ഷെഫീഖ് മുണ്ടക്കയിലാണ് നമ്മുടെ റിപ്പോർട്ടർ. അപ്പം അവൻ പറയാറുണ്ട്, എൻ്റെ നാട് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന നാടാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമുണ്ടെന്ന് നമ്മളോട് എപ്പോഴും പറയാറുണ്ട്. മിനിഞ്ഞാന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് ഷെഫീഖ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും മഴയുടെ ശക്തി കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാട് എന്താവും ഇനി എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാണ് ഷെഫീഖ് പോകുന്നത്. അത് എത്ര മണിക്കാണ്? അതൊരു 8 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ 30-ാം തീയതി രാവിലെ ഒരു 11-12 മണിയാകുമ്പോഴേക്ക് ചൂരൽമലയിൽ ചൂരൽമലയിൽ ഇവിടെ ഒരു പുഞ്ചിരിമട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് കോളനിയിൽ കുറച്ച് കുടുംബങ്ങളുണ്ടായിരുന്നു. അവിടുന്ന് അവർ റെസ്ക്യൂ, അന്ന് ആ മഴയുടെ ശക്തി കണ്ടിട്ട് അവർക്കെന്തോ ഒരു അപകട സൂചന തോന്നിയിട്ടായിരിക്കും അവരപ്പം അവരെ റെസ്ക്യൂ ചെയ്തിട്ട് ഇവിടെ സ്കൂളിലേക്ക് മാറ്റിയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പിന്നെ പലതവണ സംസാരിച്ചത് ദുരന്തത്തിൻ്റെ തലേന്ന് രാവിലെ ഉച്ചയോടെ അതായത് 30-ാം തീയതി രാത്രിയാണ് ദുരന്തം ഉണ്ടാകുന്നത്. 30-ാം തീയതി ഉച്ചയോടെ അടുത്താണ് അവരെ മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചിലപ്പോൾ പഞ്ചായത്തൊക്കെ ചിലപ്പോൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം ഇവിടെയുള്ള ആളുകൾക്ക്. ഞാനത് മനസ്സിലാക്കുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എനിക്കറിയില്ല. എന്നാലും ആളുകൾക്കൊക്കെ ഒരു ഭീതി ഉണ്ടായിരുന്നു. നിലവിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമെന്നുള്ളൊരു ഭീതി ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്ര ഒരു ഭീതി ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ആളുകൾ സാധാരണഗതിയിൽ എന്താണ്, ഈ കനത്ത മഴയൊക്കെ വരുന്ന സമയത്ത് അവരെന്തായിരുന്നു സാധാരണഗതിയിൽ ചെയ്തിരുന്നത്? ഇല്ല, ഇവിടെയുള്ള ആളുകൾ നിലവിൽ ഇവിടെ തന്നെ നിൽക്കാറാണ്. ചില ആളുകൾ മാത്രമൊക്കെയാണ് മാറി താമസിക്കാറൊക്കെ ഉള്ളൂ. ബാക്കി ഇപ്പം നമുക്ക് അതിനർത്ഥം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ഉൾഭയം പണ്ട് മുതലേ ഉണ്ട്. ചില ആളുകൾക്കുണ്ട്. നമുക്ക് പുത്തുമല ദുരന്തത്തിന് ശേഷം ഈ പ്രദേശങ്ങളിലൊക്കെ ആളുകൾക്ക് ഒരു ഭീതിയുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇതിൻ്റെ മുമ്പ് ഇതേ സ്ഥലത്ത് പുത്തുമല ദുരന്തത്തിന് ശേഷം വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് മുണ്ടക്കയിൽ. പക്ഷെ അന്ന് നമുക്ക് എന്തായാലും മനുഷ്യരെ നഷ്ടപ്പെടുകയൊന്നും ഉണ്ടായില്ല. ചെറിയ കുറച്ച് നാശനഷ്ടങ്ങൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് പ്രതീക്ഷ അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. നിസാമിനെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ നിസാമു ഒരു സ്വകാര്യമായിട്ടുള്ളൊരു ദുഃഖത്തിലൂടെയാണ്. എന്താണ് ആ സംഭവം? എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ജോജോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വൈഫാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. 2 മണിക്ക് വൈഫ് വിളിച്ച് പറയുകയാണെങ്കിൽ നിസാം ഖാൻ നമ്മൾ ഇങ്ങനെ വെള്ളമല്ലാണ്ട് കയറിയിട്ടുണ്ട്. ഉച്ചയ്ക്കാണോ അല്ലെങ്കിൽ പുലർച്ചെയാണോ? പുലർച്ചെ 2 മണിക്ക് നിസാം ഖാൻ വല്ലാതെ വെള്ളം കയറിയിട്ടുണ്ട്, അപ്പം നിങ്ങൾ പെട്ടെന്ന് വരണം, ഞങ്ങൾ കുടുങ്ങിക്കിടക്കാണ് വീട്ടിൽ നിന്നാണ്. ഈ ജോജോ എല്ലാവരും ഉണ്ട്, അവർ വീട്ടുകാർ മൊത്തം. നീതുവാണ് വിളിച്ചതെന്ന്. ഞാൻ തിരിച്ച് ജോജോനെ വിളിച്ചു. അപ്പോൾ നീതു വിളിച്ചതുകൊണ്ട് ഞാൻ ജോജോനെ വിളിച്ച് ചോദിച്ചു,
ജോജോ എന്താ സംഭവം? അപ്പോൾ ജോജോ പറഞ്ഞു കുഴപ്പമില്ലടാ, വെള്ളമുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ സേഫാണ്, വീട്ടിൽ സേഫാണ്, കുറച്ച് അപ്പുറത്തെ വീട്ടിലെ ആളുകൾ നമ്മളടുത്ത് വന്നിട്ടുണ്ടെന്നും. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ സമയത്ത് തന്നെ ഞാൻ ഈ വിഷയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം വണ്ടി എടുത്ത് പോകുന്നുണ്ടെന്നപ്പോൾ ഞാനും ആ വണ്ടി കയറി കമ്പളക്കാട് വീട്ടിൽ നിന്ന് കയറി. ഞാൻ കമ്പളക്കാട്ടുകാരനാണ്. ഞാൻ വീട്ടിൽ നിന്ന് കയറി. ആ സമയത്ത് തന്നെ ഞങ്ങളൊരു 2:30 ആയപ്പോഴേക്ക് ഞങ്ങളിവിടെ എത്തി. അപ്പോഴേക്കും വരുന്ന വഴിയിലൊക്കെ വെള്ളം നിറഞ്ഞ് ആകെ ബുദ്ധിമുട്ടായിരുന്നു. റോഡുകളൊക്കെ വെള്ളത്തിന് അടിയിലായിരുന്നു. കുറേ പല സ്ഥലങ്ങളും മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഒരു 2:30 ആയി. 2:30ക്ക് ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്ക് അങ്ങോട്ട് കയറി ഇവരെ റെസ്ക്യൂ എന്നുള്ളത് നമ്മൾ ഇവിടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ വരുമ്പം തന്നെ ഇവിടെ എനിക്ക് വന്നൊരു 10-60ഓളം ജീപ്പുകാർ, ഇവിടുത്തെ കുറച്ച് ജീപ്പുകാരുണ്ട് ഇവിടെ സർവീസ് നടത്തുന്നത്. അവരെ നമ്മളെപ്പോഴും എടുത്ത് അവരെ അഭിനന്ദിക്കേണ്ട ആളുകളാണ്. കാരണം അവർ വല്ലാതെ എഫേർട്ട് എടുത്ത് ആ സമയത്ത് തന്നെ ഇവിടെ എത്തിയിരുന്നു. അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളം ഇവരും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ശക്തമായിട്ട് വന്നതുകൊണ്ടാണ് പാലമടക്കം പോയിട്ടുണ്ട്. അതിനുശേഷം ഈ വെള്ളം കയറുന്നത് ടൗണിലേക്കായിരുന്നു. റോഡുകളൊക്കെ വെള്ളത്തിലായി. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ അവർ ഈ ചുരൽമലയിൽ നിന്ന് സ്കൂൾ റോഡ് എന്ന് പറയുന്നത് ചുരൽമല ടൗൺ തുടങ്ങുന്നിടത്തുള്ളിലേക്കുള്ള റോഡാണ്. അപ്പോൾ ആ റോഡിലേക്കാണ് ഞാൻ പറഞ്ഞ ജോജോയുടെയൊക്കെ വീട്. നമ്മൾ മാക്സിമം അവരെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ എത്തിയിട്ടുണ്ട്, നമുക്ക് റെസ്ക്യൂ നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അവരും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഒരു 2:30-3 മണി ഓരോ സമയത്ത് നമ്മൾ ഇടവിട്ട് അവരെ വിളിച്ചുകൊണ്ടിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു 4 മണി 4:20 ആ ഇടയിൽ ഒരു വലിയ ശബ്ദത്തോടെ ഒരു ശബ്ദം ഉണ്ടായി. ആ ഒരു വലിയ ശബ്ദം, എന്തോ ഒരു സാധനം ഇങ്ങനെ അടിച്ചിറങ്ങി വരുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. സമയം എന്ന് പറഞ്ഞാൽ ഉരുൾ പൊട്ടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ ഏകദേശം അടുത്താണ്. നമ്മൾ ടൗണിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരോടും അവർ ഓടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ഓടി ഇങ്ങോട്ട് മുന്നോട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോജോയുടെ ഫോണിലും നീതുയുടെ ഫോണിലും വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, വേറൊരാളുണ്ട് ജെയ്സൺ എന്ന് പറഞ്ഞപ്പോൾ ജെയ്സനെ വിളിച്ചുകൊണ്ട് അവരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജെയ്സൺ പിന്നെ നമ്മളോട് പറഞ്ഞു അവന് വേറൊരു നമ്പറുണ്ട്, അച്ഛൻ്റെ നമ്പർ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ അച്ഛൻ്റെ നമ്പർ വന്നിട്ട് എന്നോട് പറഞ്ഞു അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യും, കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. ഞാൻ വിളിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ വിളിക്കുമ്പോഴും ജോജോ പറഞ്ഞത് എന്നോട് പ്രശ്നമൊന്നുമില്ലടാ, ഞങ്ങളൊക്കെ സേഫാണ്, പക്ഷേ വീട്ടിലാകിനി 2 റൂമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ തകർന്നു പോയിട്ടുണ്ട്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം ഇനിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആളുകൾ ഓടി എന്തായാലും അവിടെ എത്തി. നമ്മൾ റെസ്ക്യൂ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ അവരവിടെ പോയി പിന്നെ കല്ലും ഇതൊക്കെ മണ്ണ് ഞങ്ങളൊക്കെ കൂടി മാറ്റി ജോജോ ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ ഞാൻ ഈ വീടിൻ്റെ ചുറ്റുഭാഗം പുഴയായി പോയിരുന്നു. അപ്പോൾ ഞാൻ ഇക്കരെ നിന്നിട്ട് ജോജോനെ വിളിച്ചിട്ട് ജോജോ എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങളിത് അവിടെ എത്തിയിട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ജോജോ നമ്മളോട് പറയുന്നത് ഇങ്ങനെ വൈഫ് മിസ്സിങ് ആണ്, പിന്നെ കാണുന്നില്ല, നമ്മൾ എനിക്ക് അറിയണം, ഞാൻ അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ താഴെ പോയി തിരയുന്നൊക്കെ അവനിങ്ങനെ ആ സമയത്താണ് പറയുന്നത്. അപ്പോൾ അതോടെ നമ്മളെല്ലാവരും തകർന്നു പോയി. പക്ഷേ നമ്മൾ അത്രയും പ്രതീക്ഷയോടെ എന്താ പറയുക ഒരു കയ്യകലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങനെ മിസ്സിങ് ആണ്. നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്ന അവൾ തിരിച്ചു വരുന്നുള്ളതാണ്. നമുക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം പിന്നെ പല ആളുകളെയും നമ്മളിപ്പം ഇന്നലെയൊക്കെ ഇവിടുന്ന് കുറേ ബോഡികൾ കൊണ്ടുപോയെങ്കിലും നമ്മളിപ്പോഴും അവൾ എന്തായാലും ജീവനോടെ തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചിരിക്കുക. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒക്കെ തിരിച്ചു വരുന്നതാണ് പ്രതീക്ഷ. ഇതുതന്നെയാണ് ഇവിടുത്തെ ഓരോ ആളുകളുടെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. കാണാതെ ഇരിക്കുന്ന ഏകദേശം 100-300ഓളം ആളുകൾ ഇനിയും കണ്ടെത്താനുണ്ട്. അതിൽ ജോജോയുടെ ഭാര്യ നിസാമിൻ്റെ സുഹൃത്ത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിസാം നമ്മളോട് എപ്പോഴും പറയുന്നത് കെയറായിരിക്കുക എന്നുള്ളതാണ്. നിസാമിനോട് ഞങ്ങൾ പറയുന്നു, നിസാം ഈ പ്രദേശത്ത് നിന്ന് തന്നെ വാർത്തകൾ ക്രോഡീകരിക്കുന്ന ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിസാമിനോട് ഞങ്ങൾ പറയാനുള്ളത് കെയറായിരിക്കുക എന്ന് തന്നെയാണ്. ഏതായിരുന്നാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്.